യെസ്, അഡ്വക്കേറ്റ് ആസഫ് അലി, അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത്. ആഴത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രിയാമ്പിളിൽ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെങ്ങനെ ഇത് വന്നു? കൂട്ടിച്ചേർത്തതിന് പിന്നിലെ അജണ്ട എന്താണ്? ഇത് ചർച്ചാ വിഷയമാക്കണം എന്നാണ് RSS സർ കാര്യവാഹ് പറഞ്ഞിരിക്കുന്നത്. അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? 1950 ജനുവരി 26 പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്ന ഭരണഘടനയിൽ പലതും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് നമ്മൾ ഭരണഘടനയെ ഇപ്പോൾ 105 തവണയോളം ഭേദഗതി ചെയ്ത് ആ ഓരോ ഭേദഗതിയിൽ കൂടി ഒരുപാട് ശക്തി ഭരണഘടനക്കുണ്ടാക്കി. 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് എഴുതി ചേർത്തത് ശരിയാണ്. അപ്പോൾ അംബേദ്കർ എഴുതി ചേർക്കാത്തത് ആമുഖത്തിൽ എഴുതി ചേർത്തത് ചർച്ച ചെയ്യണമെന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ ഭരണഘടനയിൽ സെക്യുലറിസത്തിൻ്റെ നിരവധി അനുച്ഛേദങ്ങളുണ്ട്. ഇത് വെറും വാക്ക് മാത്രമാണ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്ക് മാത്രമാണ്. പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 ഉണ്ട്. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇന്ത്യ ഭൂപ്രദേശത്തുള്ള എല്ലാവർക്കും തുല്യമായ നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെ. ആർട്ടിക്കിൾ 15 ഉണ്ട്. ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, നിറത്തിൻ്റെ, ലിംഗത്തിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. അത് സെക്യുലർ പ്രൊവിഷനാണ് ഭരണഘടനയുടെ. ഇത് ഒരു മതാധിഷ്ഠിത രാജ്യത്തിലെ ഭരണഘടനയിൽ കാണാത്ത ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 15. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 ഉണ്ട്. ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും അവൻ്റെ ഇഷ്ടപ്രകാരം മനസ്സാക്ഷി സ്വാതന്ത്ര്യത്തിനും അവൻ ഇഷ്ടപ്പെടുന്ന മതം അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനുമുള്ള ഒരു അവകാശം. അത് സെക്യുലർ പ്രൊവിഷനാണ് ഭരണഘടനയുടെ. അത് മറ്റ് മതാധിഷ്ഠിത രാജ്യങ്ങളുടെ ഭരണഘടനയിൽ കാണാത്ത ഒരു വകുപ്പാണത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 26 ഉണ്ട്. മതപരമായ കാര്യങ്ങൾ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. അതും മറ്റ് മതാധിഷ്ഠിത രാജ്യങ്ങളുടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. മാത്രമല്ല, ഏതെങ്കിലും മതത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി പ്രത്യേക ടാക്സ് പിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 27 ഉണ്ട്. അതും ഒരു സെക്യുലർ പ്രൊവിഷനാണ് നമ്മുടെ ഭരണഘടനയിൽ. അപ്പോൾ ഭരണഘടനയിൽ നിരവധി അനുച്ഛേദങ്ങളിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്ന സെക്യുലർ പ്രൊവിഷൻസ് ഉണ്ടായിട്ടും ആമുഖത്തിൽ ഈ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഇല്ല. അത് എഴുതി ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ്. പക്ഷേ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ തെറ്റായി എന്ന് അന്നത്തെ BJP, അല്ലെ അന്നത്തെ ജനസംഘം, ഇന്നത്തെ BJP, അന്നത്തെ പ്രതിപക്ഷങ്ങൾ 77 അവർ ഭരണത്തിൽ വന്നപ്പോൾ അതിൽ ആക്ഷേപാർഹമാണെന്ന് അന്നത്തെ ഭരണകക്ഷി 77 ജനതാ പാർട്ടി കരുതുന്ന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റി 44ാം ഭരണഘടനാ ഭേദഗതിയിൽ. അതിനുശേഷം ബഹുമാന്യനായ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അപ്പോഴൊന്നും 42ാം ഭരണഘടനാ ഭേദഗതിയിലെ ആമുഖത്തിൽ, ഭേദഗതി മുഖാന്തരം ആമുഖത്തിൽ എഴുതി ചേർത്ത ഈ പദം എന്തേ എടുത്തു മാറ്റാതിരുന്നത്? നമ്മുടെ ഭരണഘടന അപ്രൂവ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാക്കി 49 നവംബർ 26 അഡോപ്റ്റ് ചെയ്ത് 50 ജനുവരി 26 പൂർണ്ണമായി നടപ്പിൽ വന്ന ഭരണഘടനയിൽ എത്രയോ പരമപ്രധാനമായ വകുപ്പുകൾ വിട്ടുപോയിട്ടുണ്ട്.
അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി ആ പോരായ്മകൾ നികത്തിയത്. അതിൻ്റെ ഉദാഹരണമല്ലേ റിസർവേഷൻ. നമ്മുടെ ഭരണഘടന ആദ്യമായി നടപ്പിൽ വന്നപ്പോൾ സംവരണം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നില്ല. അതല്ലേ ചെമ്പകം രാജന്റെ കേസിൽ മദ്രാസ് ഗവൺമെന്റ് പാസാക്കിയ മദ്രാസ് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള കോളേജുകളിൽ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുത്തുകൊണ്ടുള്ള ഒരു ജിയോ ചമ്പകം രാജന്റെ കേസിൽ മദ്രാസ് ഹൈക്കോടതി അസാധുവാക്കി. ഇത് ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. സുപ്രീം കോടതി അത് ചോദ്യം ചെയ്തു. സുപ്രീം കോടതിയും പറഞ്ഞു ഇത് ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. അന്നത്തെ പാർലമെന്റ് എലക്റ്റഡ് പാർലമെന്റ് അല്ല, രാജ്യസഭയില്ല, നിയമസഭയില്ല. ഒന്നാം ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 15(4) ആദ്യമായി സംവരണം പ്രായോഗികമായി നടപ്പിലാക്കിയത് അത് ആദ്യത്തെ ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോൾ അത് വിട്ടുപോയതാണ്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ പരമപ്രധാനമായ വിഷയമല്ലേ ലാൻഡ് റിഫോംസ്? ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയുമോ? നമ്മുടെ ലാൻഡ് റിഫോംസ് എല്ലാം സുപ്രീം കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു. കൃഷിഭൂമി കൃഷിക്കാരനല്ല, അത് ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരാണ്. മധ്യപ്രദേശിലെ ബീഹാറിലെ ലാൻഡ് റിഫോംസ് നിയമങ്ങളെല്ലാം സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അന്നത്തെ മദ്രാസിലെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ചാരി നെഹ്റുവിന് ഒരു കത്തയച്ചു. ഈ രീതിയിൽ പോയാൽ നമ്മുടെ ജഡ്ജിമാരെല്ലാം കുലാക്കന്മാരുടെ ജമ്മിമാരുടെ പ്രതിനിധികളാണ്. ഭരണഘടനയെ അവർ സാങ്കേതികമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലാൻഡ് റിഫോംസ് നിയമങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേക ഷെഡ്യൂൾ എഴുതി വെക്കണം. ആ ചാരിയുടെ നിർദ്ദേശമാണ് പിന്നീട് ചർച്ചയായി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ ആർട്ടിക്കിൾ 31B എഴുതി ചേർത്തു. 9ാം പട്ടിക. 9ാം പട്ടിക ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട കർഷകൻ കുടിയാന്മാരുടെ സ്ഥിതി എത്ര പരിതാപകരമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭരണഘടന ഫുൾ പെർഫെക്റ്റ് ആണ് എന്ന അഭിപ്രായം എനിക്കില്ല. ആ ഭരണഘടനയിൽ സോഷ്യലിസത്തെ സംബന്ധിക്കുന്ന, മതേതരത്തെ സംബന്ധിക്കുന്ന നിരവധി വകുപ്പുകൾ ഞാൻ നേരത്തെ വിവരിച്ചത് നിലവിലുണ്ടായിട്ടും പ്രിയാമ്പിളിൽ അത് ഇല്ലാതെ പോയതാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടി അത് തിരുത്തിയത്. ആ ഭേദഗതി ഇപ്പോൾ നേരത്തെ ബഹുമാന്യനായ ഒരു സുഹൃത്ത് പറഞ്ഞു അത് എടുത്തു നീക്കണമെന്നല്ല പറഞ്ഞത്, ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഭരണഘടനയുടെ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സെക്യുലറിസം, സോഷ്യലിസം, അതല്ലേ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ. വലിയവനും പണക്കാരനും പാവപ്പെട്ടവനും കൂട്ടിച്ചേർക്കലുകളിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അല്ലേ അഡ്വക്കേറ്റ് ടി ആസഫ് അലി? ഒന്നുമില്ല. അതൊരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് വിട്ടുപോയ ഒരു ഗ്യാപ്പ്, ഒരു ഒമിഷൻ തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ.